ഞങ്ങളുടെ പ്രതീക്ഷ ചോദിച്ചിട്ട് കാര്യമില്ല. ജനങ്ങളുടെ ഒരു ആഗ്രഹം ഞങ്ങൾ മനസ്സിലാക്കുന്നത് മാറ്റം ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ എത്ര കൊല്ലമായിട്ട് ഏത് ലോക്കൽ ബോഡിയിൽ നോക്കിയാലും UDF LDF ഭരിച്ചു, പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല. സാധാരണക്കാരുടെ എല്ലാ ദിവസത്തെ പ്രശ്നങ്ങൾ, കുടിവെള്ളം, റോഡ്, സ്ട്രീറ്റ് ലൈറ്റ്, മാലിന്യം, തെരുവ് നായ ശല്യം, ഇതൊന്നും ആരും പരിഹരിക്കുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ്. ആ ഒരു വികസനം, ആ ഒരു ഭരണശൈലിയിൽ മാറ്റം ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അത് ഞങ്ങൾ മുമ്പോട്ട് വെച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രതീക്ഷയെ കുറിച്ച് പറയാനൊരു താല്പര്യമില്ല. പക്ഷേ ജനങ്ങൾ ഒരു വികസനം ഒരു ആവശ്യമാണ്, അവരൊരു അവകാശമാണെന്ന് ജനങ്ങൾ കൃത്യമായി ചിന്തിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു വിശ്വാസം. അത് ജനങ്ങൾ തീരുമാനിക്കണ്ടേ? അത് ജനങ്ങൾ തീരുമാനിക്കണം. അത് മാധ്യമ സുഹൃത്തുക്കളോ ഞാനല്ല തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ കൃത്യമായി സിൻസിയറായിട്ട് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഞങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾക്ക് ഒരു കഴിവുണ്ട്, താല്പര്യമുണ്ട്. ഞങ്ങൾക്കൊരു അവസരം തരണം. കാരണം എത്രയോ കൊല്ലമായിട്ട് ഈ എല്ലാ ലോക്കൽ ബോഡിയിൽ കുത്തിയിരുന്ന് LDF UDF ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എവിടെ നോക്കിയാലും, കുന്നംകുളം നോക്കിയാലോ, ഗുരുവായൂർ നോക്കിയാലോ, തൃശ്ശൂർ നോക്കിയാൽ, ഇത് എത്ര കൊല്ലം ഭരിച്ചു. എന്നിട്ട് ഇന്നും അതേ പ്രശ്നങ്ങൾ ഇന്നും പരിഹരിക്കാണ്ട് നിൽക്കുന്നു. തെരുവ് നായ ശല്യമാണോ, മാലിന്യമാണോ, സുവേജ് ആണോ, ഡ്രെയിനേജ് ആണോ, റോഡാണോ, സ്ട്രീറ്റ് ലൈറ്റ് ആണോ, ഒന്നും പരിഹരിച്ചിട്ടില്ല. അപ്പോൾ ജനങ്ങൾ അവസരം കൊടുത്തു UDF LDF. ഇനി ഞങ്ങൾക്കൊരു അവസരം തരുന്നതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് ഇന്നലെ ഒരു ED നോട്ടീസ് ലഭിച്ചിരുന്നു. പ്രധാനമായിട്ടും കിട്ടിയത് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട തോമസ് ഐസക് അടക്കം പലകുറി കോടതിയിൽ പോയി EDക്ക് വിമർശനം നേരിട്ട ഒരു സംഭവത്തിൽ വീണ്ടും നോട്ടീസ് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ ഇടപെടലാണെന്നുള്ള ആരോപണമാണ്. അല്ല, അത് അവർ പറയല്ലോ. ഇതിപ്പോൾ കോൺഗ്രസ് എന്ത് തെറ്റ് ചെയ്താലും അവർ പറയും അത് രാഷ്ട്രീയമാണ്. LDF തെറ്റ് ചെയ്താൽ അവർ പറയും വീഴ്ചയാണ്, രാഷ്ട്രീയമാണ്. ശബരിമല കൊള്ളതിനെ കുറിച്ച് എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്? വീഴ്ചയാണെന്ന്. 4.5 കിലോ സ്വർണം കട്ടുകൊണ്ടുപോകുമ്പോൾ അത് ഒരു അഭിപ്രായ വ്യത്യാസമായിട്ട് കണ്ടാൽ മതി. അവർ കൊള്ള ചെയ്യുമ്പോൾ അതൊരു വീഴ്ചയാണ്. ED എന്നൊരു പ്രൊഫഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി എന്തെങ്കിലും ഒരു നോട്ടീസ് അയക്കുമ്പോൾ രാഷ്ട്രീയമാണ്. പക്ഷേ ഇതെല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ട ഇഷ്യൂ ആണ്. 2100 കോടി എന്തിന് ലണ്ടനിൽ അവർ റേസ് ചെയ്തു? എന്തുകൊണ്ട് ഇവിടെ ഇന്ത്യൻ ബാങ്ക് വഴി അവർ കാശ് റേസ് ചെയ്തില്ല? 9.5% ഇൻട്രസ്റ്റും ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എടുത്ത് ഇതെല്ലാം ജനങ്ങളുടെ തലയിൽ കയറ്റി വയ്ക്കുന്ന ഒരു കാര്യമല്ലേ? പിന്നെ 22 കോടി കമ്മീഷൻ ആർക്ക് കൊടുത്തു? അപ്പോൾ ഇതെല്ലാം നോർമൽ പ്രശ്നങ്ങളാണ്. ഫേമ അപ്രൂവൽ എടുത്തോ? RBIൻ്റെ അപ്രൂവൽ എടുത്തോ? ഇതെല്ലാം ചോദിക്കുമ്പോൾ രാഷ്ട്രം എന്ന് പറഞ്ഞ് ഓടരുത്. നിങ്ങൾ അതിൻ്റെ മറുപടി തരിക. ഇതല്ലേ ഒരു സർക്കാരിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിൻ്റെ ഉത്തരവാദിത്വമല്ലേ? ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇതെല്ലാം അതിൻ്റെ ഉത്തരങ്ങളുടെ മറുപടി കൊടുക്കണ്ടേ? അതല്ലാണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഒളിച്ച് നടക്കുന്ന കാര്യം ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഇത് പാർട്ടി ഫണ്ടല്ല, ഇത് CPMൻ്റെ ഇൻറ്റേർണൽ മാറ്റർ അല്ല, ജനങ്ങളെ തലയിൽ വെച്ച് കെട്ടുന്ന ഒരു കടമാണ്. അപ്പോൾ ജനങ്ങളുടെ പേര് ഞങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ED അന്വേഷിക്കുന്നു. അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ പേടി? എന്തോ അല്ല, മൊത്തം അന്വേഷിക്കുന്നു. എത്രയോ പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്തിനാണ് ലണ്ടൻ പോയിട്ട് ഈ കാശ് റേസ് ചെയ്യുന്നത്? മറ്റ് സംസ്ഥാനങ്ങൾ അവിടെ പോകുന്നുണ്ടോ? എന്താ എല്ലാവരും ഇന്ത്യൻ ബാങ്കിൽ നിന്നല്ല കാശ് എടുക്കുന്നത്? ബോണ്ട് എല്ലാ സ്റ്റേറ്റ് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ടല്ലോ. അവർ ഇന്ത്യൻ ബോണ്ട്സ് ആണല്ലോ റേസ് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ട്? എന്താണ് ഇതിൻ്റെ താല്പര്യം? ഇതിൻ്റെ പിന്നിൽ എന്തായിരുന്നു ഒരു ആലോചന? എന്തായിരുന്നു ചിന്ത? എന്തായിരുന്നു അതിൻ്റെ സ്ട്രാറ്റജി? ഒന്ന് പറയണം. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതൊരു ചോദ്യമല്ലേ, ഒരു ലെജിറ്റിമേറ്റ് ചോദ്യമല്ലേ? അതിൻ്റെ ഒരു ഉത്തരം തരണം. ഒരു സർക്കാരിൻ്റെ കടമയാണ്, ഡ്യൂട്ടിയാണ് അത് പറയാൻ. ജനങ്ങൾ ചോദിക്കുമ്പോൾ ഓടിപ്പോവല്ല ചെയ്യേണ്ടത്, ഒളിച്ചു പോവല്ല ചെയ്യേണ്ടത്. ഇതൊരു രാഷ്ട്രീയം. ഇത് ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു കടമല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ ഞങ്ങൾക്കൊരു അവകാശമില്ലേ? പറയണം. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ പറയണം. നോക്കുക, അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇവരെല്ലാം എന്താ പറയുക, യൂസ്ലെസ് രാഷ്ട്രീയമാണ്. ഇതാണിപ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾ കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്. പാലക്കാട് ജനങ്ങൾ ഏറ്റവും വിഷമത്തിലാണ്. കാരണം ഒരു മെട്രോ ശ്രീധരൻ എന്ന കാൻഡിഡേറ്റ്
മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇവരെ തോൽപ്പിച്ച് ഇങ്ങനത്തെ പോലെ MLA-മാരാണ് തല കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഏറ്റവും റിഗ്രറ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പാലക്കാട് ജനങ്ങളാണ്. കാരണം അവരുടെ MLA ഇങ്ങനത്തെ ഒരു MLA ആയിരുന്നു തല വെച്ച് കെട്ടിയിരിക്കുന്നത് കോൺഗ്രസ്. അതിപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. ഞങ്ങൾ വികസനം എന്ന് പറയുമ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. പിന്നെ മറ്റു വശത്ത് LDF-ൻ്റെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അവരുടെ അഴിമതിയും ശബരിമലേൻ്റെ കൊള്ളയും. അപ്പോൾ ഇതാണ് 3 ചോയ്സ്. ഈ ഇലക്ഷനിൽ 3 ഓപ്ഷൻസ് ജനങ്ങളുടെ മുമ്പിൽ ഉള്ളതാണ്. BJP NDA വികസനത്തെക്കുറിച്ച് പറയുന്നു. ഈ മറ്റ് 2 പാർട്ടി വിവാദങ്ങളും സ്ത്രീ പീഡനമുള്ള MLA-മാരും ശബരിമല കൊള്ള ചെയ്യുന്നതും കിഫ്ബിയിൽ കൊള്ള ചെയ്യുന്ന പാർട്ടികളാണ്. ഇതാണ് 3 ഓപ്ഷൻസ് ജനങ്ങളുടെ മുമ്പിൽ. അത് കണ്ട് നോക്കി ഇതെല്ലാം ഒരു ഫിക്സ്ഡ് മാച്ച് അല്ലേ? എന്തിനാണ് ഇത്? നോക്കൂ, നമ്മൾ മാധ്യമ സുഹൃത്തോട് ഞാൻ പറയാണ്, ഇത് കേൾക്കുന്ന കാണുന്നവരും നമ്മളെല്ലാവരും വിഡ്ഢികളാണോ? ഇത് 3 മാസം മുമ്പ് സുവോമോട്ടോ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സർക്കാർ എലക്ഷൻ്റെ 10 ദിവസം മുമ്പേ ഈ നാടകം ചെയ്യുമ്പോൾ ആരെയാ വിഡ്ഢിയാക്കാൻ നോക്കുന്നത്? ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് ഞാൻ ഏറ്റവും ബഹുമാനത്തോടും മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആ സമയമെല്ലാം കഴിഞ്ഞു. ഈ ഓരോരോ ശ്രദ്ധ തിരിക്കാൻ ഓരോരോ നാടകങ്ങൾ, അതിന് സമയം കഴിഞ്ഞു. ഈ ഇലക്ഷനിൽ പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്താണ്? നിങ്ങൾ ഭരണം, നിങ്ങൾ എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല, ഇതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അത് ചോദിക്കുമ്പോൾ അവരെ ശ്രദ്ധ തിരിക്കാൻ ഓരോരോ തന്ത്രങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം ഫെയിൽ ചെയ്യും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു.